ജീവിതം നയിച്ചവരാ, ആഡംബരത്തിൽ നടന്നവരാ, പടച്ചവനെ മറന്ന് നടന്ന ഒരു കാലമുണ്ടായിരുന്നു. വലിയ ധൂർത്തിലായിട്ട് അടിച്ചു പൊളിച്ചുള്ള ജീവിതം അതല്ലേ ഇന്നത്തെ ചിലരുടെ ജീവിതം കാണുന്നത്. റബ്ബ് സമ്പത്ത് നൽകുമ്പോ, അള്ളാഹു അധികാരം നൽകുമ്പോ, കുറച്ച് സ്ഥാനമാനങ്ങൾ നൽകുമ്പോ റബ്ബിനെ മറക്കുന്നവരെത്രയാ. അവർ തുള്ളിക്കളിക്കുക, അവർ കല്യാണ രാവ് അടിച്ചു പൊളിക്കുക, അവർക്ക് ആഘോഷങ്ങൾ മാത്രമായ എപ്പോഴും ഉള്ളത്. റബ്ബിനെ മറന്ന് അന്യപുരുഷന്മാർ സ്ത്രീകളെ ഇടകലർന്ന് അള്ളാഹുവിനെ ബോധമില്ലാതെ തലമറക്കാതെ മാറുമറക്കാതെ വീഡിയോക്ക് മുമ്പിലാകട്ടെ തുള്ളിച്ചാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടും സന്തോഷമാണ് അവർക്ക് വേണ്ടത്. വലാ തംശി ഫിൽ അർളി മർഹാ, മോനെ ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കല്ലേ, അഹന്ത വെക്കല്ലേ, പവർ കാണിക്കല്ലേ. ഖുർആനിന്റെ വാക്കാണ്. അഹ്മദ് ബിൻ യസീദുൽ കാത്തിബ് എന്നവർക്ക് ഇങ്ങനൊരു ജീവിതം ഉണ്ടായിരുന്നു. പാസ്റ്റില് മഹാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു തൻ്റെ അണിയാളികളോടുകൂടെ, തൻ്റെ സൈന്യത്തോടുകൂടെ, തൻ്റെ കൂട്ടുകാരോടുകൂടെ അങ്ങനെ നടക്കുമ്പോഴാണ് മഹാനായ ഇമാമു സിർരി സിഖ്തി തങ്ങളെ വഅദ് കേൾക്കുന്നത്. അല്ലാഹ് മഹാന്മാരെ വഅദ് അങ്ങനെയല്ലേ. ഔസുൽ ആലമിന്റെ വഅദ് കേട്ട് എത്ര ആള് ബോധം കെട്ടുപോയി, എത്ര ആള് മരണപ്പെട്ടു പോയി, എത്ര ആള് നന്നായി പോയി. സിർരി സിഖ്തി തങ്ങളെ വഅദ് കേട്ടപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ് മുഅ്മിനെ. മഹാനായ അഹ്മദ് ബിൻ യസീദുൽ തങ്ങള് അവിടെ അങ്ങ് തരിച്ചു നിന്നുപോയി. അത്തരത്തിൽ പ്രകമ്പനം കൊള്ളുന്ന ഇഖ്ലാസിൽ ചാലിച്ച വല്ലാത്ത വാക്കുകളാണ് സിർരി സിഖ്തി തങ്ങൾ ഇങ്ങനെ വഅദ് പറയുന്നത്. ഇയാള് ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ കേട്ടു. ഈ മനുഷ്യനെത്ര നിസാരനാ, എല്ലാ ആലമിലും വെച്ചിട്ട് അല്ലാഹു നിസാരമാക്കിയിട്ടുണ്ട്. ഖുലിഖൽ ഇൻസാനു ദഈഫാ, എല്ലാ മനുഷ്യനെയും പടച്ചത് അവന് ബലഹീനനായിട്ടാണ്. അവൻക്ക് ബലഹീനതകളേറെയുണ്ട്. എത്ര പവർ നടിച്ചാലും അവൻക്ക് ബലഹീനതകളേറെയാ. പ്രിയപ്പെട്ടവരെ, കണ്ണുമുഖത്തുണ്ട്. ആ കണ്ണുകൊണ്ട് അവൻ്റെ മുഖം കാണാൻ കഴിയൂല. അവന് ചിരിക്കുന്നുണ്ട്, ചിരിയുടെ സൗന്ദര്യം അവൻക്ക് കാണാൻ കഴിയൂല. മറ്റൊരു പ്രതിബിംബം മുന്നിൽ വേണോ. അവൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ പോലും നേരാവണ്ണം തൊടാൻ അവൻക്ക് കഴിയൂല. സുബ്ഹാനല്ലാഹ്, എന്ത് ഗുണങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും സുഖങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രയാസങ്ങൾ വരുന്നുണ്ട്. ഇവൻ നിസ്സഹായനാണ്. ഇവിടെ പുലി ഇറങ്ങിയിട്ടില്ല, ഇവിടെ കടുവിറങ്ങിയിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പ് ലോക പോലീസ് നടിക്കുന്ന അമേരിക്കക്ക് വരെ തടുക്കാൻ കഴിയാത്ത മുഴുവൻ ജനങ്ങളെയും വീടിൻ്റെ അകത്തളങ്ങൾ ഇരുത്തിയ ഒരു പുലി വന്നിട്ടുണ്ട്. കണ്ണിൽ കാണാൻ കഴിയാത്ത പുലി. പേര് കൊറോണ എന്ന് നമ്മൾ ഇട്ടില്ലേ. മനുഷ്യന്റെ ബലഹീനത വെളിവാക്കി തന്നില്ലേ. നീ എത്ര ഉയർന്നവനാണെങ്കിലും, നീ എത്ര സമ്പന്നനാണെങ്കിലും, എത്ര ടെക്നോളജി വളർന്നെങ്കിലും, എന്തെല്ലാം കഴിവുകളുണ്ടെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ മോനെ. നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ ഒന്ന് നിന്നെ ഭരിച്ചില്ലേ. വർഷങ്ങൾ വീട്ടിൻ്റെ അകത്തള നിർത്തിയില്ലേ, കടകൾ പൂട്ടിയില്ലേ, പള്ളികൾ പൂട്ടിയില്ലേ. ഖുലിഖൽ ഇൻസാനു ദഈഫാ. സിർരി സിഖ്തി തങ്ങളെ വഅദ് ഇങ്ങനെ പറയുന്നു. അതിലൊരു വാക്കാണ് മഹാനായ അഹ്മദ് തങ്ങളെ വല്ലാതെ സ്വാധീനിച്ചത്. വലാ യഅസില്ലാഹ അഹദും മിൻ മഖ്ലൂഖാതിഹി കമാ യഅസുൽ ഇൻസാൻ. മഹാനവറുകൾ ചേർത്തി പറയാണ്, മനുഷ്യന് അള്ളാഹുവിനെ തെറ്റ് ചെയ്യും പോലെ, എതിര് ചെയ്യും പോലെ മറ്റൊരു ജീവിയും എതിര് ചെയ്യുന്നില്ല. ചിന്തിക്കാനുള്ള ഓരോ പോയിന്റ് ഇങ്ങനെ വിടുകയാണ്. മനുഷ്യനാണ് നന്ദി കെട്ടവനായി മാറുന്നത് റബ്ബിന്. എത്ര നിഅമത്ത് ചെയ്താലും അതിനൊരു നന്ദി ചെയ്യാൻ കഴിയാതെ അതപ്പതിച്ചു പോകുന്നവൻ മനുഷ്യനാ. മറ്റാരും ഇത്രമേൽ താവൂല, ഉയരാനും കഴിയൂല. അതും വേറുണ്ട്, മലക്കിനേക്കാൾ ഉയരാനും കഴിയും ആർക്ക്? മനുഷ്യൻ നന്നായാൽ. എന്നാൽ താന്നാലോ അവനേറ്റവും നീചനായിട്ട് മാറുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുന്നു, അൽ ഇൻസാനുൽ ദഈഫുൽ ആജിസു കൈഫ യഅസിൽ ഇലാഹൽ ഖവിയ്യുൽ കബീർ.
പടച്ചവനെ, ഇത്ര അശക്തനായ ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര കഴിവുള്ള എല്ലാമായ റബ്ബിന് എതിര് ചെയ്യുന്നത്? ഈ വാക്കുകൾ ഇങ്ങനെ കേട്ടപ്പോ മഹാനായ അഹ്മദ് ബിൻ യസീദുൽ കാത്തിബ് എന്നവര് ബോധം കെട്ട് വീണുപോയി. ബോധത്തിൽ നിന്ന് ഉണർന്നിട്ട് അവരെ താങ്ങിപ്പിടിച്ചിട്ട് കൂടെയുള്ളവർ വീട്ടിൽ കൊണ്ടുപോയി കിടത്താണ്. ഒരു വിളിയാളം വന്നതുപോലെ, ഒരു നന്മയുടെ വെളിച്ചം വീശിയതുപോലെ മഹാനവറുകളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുകയാണ്. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ പിറ്റേ ദിവസവും വഅള് കേൾക്കാൻ നടന്നു വരുന്നു. വാഹനം മാറ്റിവെച്ചുപോയി. മൂന്നാമത്തെ ദിവസവും വഅള് കേൾക്കാൻ വന്നുപോയി. ഉസ്താദിൻ്റെ അടുക്കൽ മൂന്നാമത്തെ ദിവസം ചെന്ന് പറഞ്ഞു, ഉസ്താദേ, ഞാൻ 3 ദിവസവും തങ്ങളെ വഅള് കേൾക്കാൻ വന്നതാണ്. എൻ്റെ പാസ്റ്റ് ഇങ്ങനെയാണ്, എനിക്കൊരു ചേഞ്ച് വേണം ഉസ്താദ്. ഞാൻ നാട് വിടട്ടെ, ഈ ജീവിതം മടുത്തു ഉസ്താദ്. ഒരു പാപമോചനം തേടിയിട്ട് അവിടുന്ന് നാട് വിടുന്നു. ഒറ്റയായ ജീവിതമാ. സുബ്ഹാനല്ലാഹ്, റബ്ബിലായിട്ടുള്ള വല്ലാത്ത സമർപ്പണം നടത്തി. അങ്ങനെ മഹാനവറുകൾ വർഷങ്ങളോളം ജീവിച്ച് ഇടക്ക് വെച്ചിട്ടൊന്ന് കാണാൻ വന്നു. മഹാനവറുകൾക്ക് വരെ ദുആ ചെയ്തു കൊടുത്തു. സിരി സഖത്തി തങ്ങളെ ഇടക്കൊന്ന് സന്ദർശിക്കാൻ വരും. ഇങ്ങനെ ചരിത്രം നീളുന്നു. ഞാൻ ദീർഘിക്കുമോ എന്ന് ഭയപ്പെടുന്നു. മുഅ്മിനീങ്ങളെ, ആ മഹാനായ മനുഷ്യൻ അതേ അവസാനം ഈ ലോകത്തോട് വിട പറയാ നേരം ആളെ വിടുന്നു. സിരി സഖത്തി തങ്ങളൊന്ന് വിളിച്ചു വരണേ, എൻ്റെ ഹാലൊന്നു പറയണേ. അവിടെ ചെന്ന് നോക്കുമ്പോ മഹാനവറുകൾ എന്തോ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്. ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ട്. അഹ്മദ് സിരി സഖത്തി തങ്ങൾ ചെവി അങ്ങ് വെച്ച് നോക്കുമ്പോ അവിടുന്ന് ഓതുന്നത് ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ. ഞാൻ കാണുന്ന സുഹൃതങ്ങള്, ഞാൻ കാണുന്ന സന്തോഷങ്ങള്, സ്വർഗീയ അനുഭൂതികള്, മോനെ ഇതൊക്കെ അനുഭവിക്കണോ? ചെയ്യേണ്ടതുപോലെ ചെയ്തോ. റമദാൻ ഉപയോഗപ്പെടുത്തിക്കോ. ഹറാമിൽ നിന്ന് മാറി നിന്നോ. മറ്റുള്ളവനെ ഗീബത്ത് പറയാൻ സമയം കാണണ്ട. അക്രമത്തിന് മുതിരണ്ട. പലിശന്റെ ആളാകണ്ട. നാവ് കൊണ്ടൊരാളെയും ഉപദ്രവിക്കണ്ട, വേദനിപ്പിക്കണ്ട. കടം വാങ്ങിയെങ്കിൽ കറക്റ്റിന് തിരിച്ചു കൊടുത്തോ. ഒരാളെയും വഞ്ചിക്കാതെ ജീവിച്ചോ. അല്ല കാണുന്നുള്ള ബോധം ഏത് രഹസ്യത്തിലും നിന്റെ കൽവിലുണ്ടായിക്കോട്ടെ. എന്നാൽ ഫല്യഅമലിൽ ആമിലൂൻ. ഇങ്ങനെ ചെയ്താൽ ഞാൻ അനുഭവിക്കുന്ന ഈ സുഖം നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുമെന്ന് മഹാനായ അഹ്മദ് ബിൻ യസീദുൽ കാത്തിബി തങ്ങൾ വിളിച്ചു പറയാണ്. അതാ ഈ ലോകത്തോട് അല്പസമയങ്ങൾക്ക് ശേഷം വിട പറയുന്നു. ഒരു സംഘം ടൗണിൽ നിന്ന് ഇങ്ങനെ കടന്നു വരുന്നത് കാണുന്നു. വലിയ സംഘം ഇങ്ങനെ വരുന്നു നിസ്കരിക്കാൻ. മഹാനായ സിരി സഖത്തി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ വിവരം അറിഞ്ഞത്? നിങ്ങൾ എങ്ങനെയാ ഇവിടേക്ക് എത്തിപ്പെട്ടത്? ഇത് മരുഭൂമിയാണല്ലോ. പറഞ്ഞു, മൻ അറാദ യുസല്ലി അലാ വലിയ്യിൻ ഖാസിൻ മിൻ ഔലിയാഇല്ലാഹി തആല. ആരാണോ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മേലിൽ, ഔലിയാക്കളിലെ പ്രഗൽഭനായ ഒരു വ്യക്തിന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഫല്യഹ്ളർ മഖാമ ശൂനീസിയ, അവർ ശൂനീസിയ മഖാമിലേക്ക് എത്തിക്കൊള്ളട്ടെ എന്ന് അവിടുന്ന് ഒരു ഒച്ച കേട്ടു, ഒരു ശബ്ദം കേട്ടു. അങ്ങനെ ഞങ്ങൾ ഓടി വന്നതാ. അല്ലാഹുവിൻ്റെ ഔലിയാക്കളാ, അവർ റബ്ബിലേക്ക് തിരിഞ്ഞവരാ. വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ കഴുകിക്കളഞ്ഞിട്ട് അഹമ്മദ് തങ്ങളെ റൂട്ട് മാറ്റി പിടിച്ചപ്പോ വലിയ സ്ഥാനത്തെത്തിപ്പോയി. സ്വർഗം കണ്ടങ്ങ് മരണപ്പെട്ടു പോയി. മുഅ്മിനേ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം സഅദത്തുദ്ദാറൈനിയാണ്. ഇതുപോലെ
അതുപോലെ നല്ലൊരു മരണമാണ്. ഹബീബായ തങ്ങളെ കണ്ട് സ്വർഗം കണ്ടൊന്നു മരിക്കാനാണ്. സ്വർഗത്തിൽ മുത്തുനബിന്റെ കൂടെ ഒരുമിച്ച് കൂടാനാണ് ആഗ്രഹമുള്ളത്. അതിന് പണിയെടുക്കണേ. ഈ മഹാന്മാര് പോയ പോലെ പോകണമെങ്കിൽ അവർ കാണിച്ചു തന്ന വഴി നമ്മൾ സ്വീകരിക്കണോ? ഇത്തരത്തിൽ മരുഭൂമിയിൽ പോയിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ ഇത്തഖുല്ലാഹ മസ്തതഅ്തും, ഏതെല്ലാം രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ, ആരും കാണട്ടെ കാണാതിരിക്കട്ടെ, ഞാൻ നിങ്ങളും അള്ളാഹുവിനെ പേടിക്കാൻ തയ്യാറാകുമ്പോൾ, അവനെ പൂർണ്ണമായി വഴിപ്പെടുമ്പോൾ, ഒറ്റ നിസ്കാരം നഷ്ടപ്പെടുത്തൂല എന്ന് നിങ്ങൾ ദൃഢപ്രതിജ്ഞ നടത്തുമ്പോൾ, സുബഹി ജമാഅത്ത് സംഘനാൻ പരമാവധി പങ്കെടുക്കുമെന്ന് തീരുമാനമെടുക്കുമ്പോൾ, നമുക്കും ഇത്തരത്തിലൊരു യാത്ര പോകാൻ കഴിയോ? സന്തോഷമുള്ള യാത്ര പോകാൻ കഴിയോ? അത് ജീവിതത്തിലെ ഏറ്റവും നല്ല ഘട്ടമായി തീരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മളെ ദോഷം പൊറുക്കാൻ കാരണമാകുന്ന മുഴുവൻ സബബുകളുമായി ബന്ധപ്പെടുക. അതിൽപ്പെട്ട ഒന്നാണ് പാവങ്ങളെ സഹായിക്കല്, പാവപ്പെട്ട ജനങ്ങൾക്ക് അത്താണിയാകല്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, സ്വദഖത്തു തുത്ഫിഉൽ ഖതായ, നിങ്ങളുടെ ദോഷങ്ങൾ സ്വദഖ പുറത്തു തരും. അതുകൊണ്ട് ധാരാളമായി അള്ളാഹ് തന്നതിൽ നിന്ന് ധർമ്മം ചെയ്തോ. അള്ളാഹു നമ്മളെ ദോഷം പുറത്തു തരട്ടെ. നല്ല നീയത്തോടുകൂടെ പങ്കെടുത്തോ. നമുക്ക് അല്പം ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് മഗ്ഫിറത്തിന്റെ പത്തിലാണ്. റബ്ബേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ പങ്കെടുത്ത ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ റബ്ബേ. ഈ റമളാൻ കൊണ്ട് വിജയിച്ചവരിൽ ഞങ്ങളെ ചേർക്കണേ റഹ്മാനേ. ദോഷം പൊറുക്കാതെ ഈ റമളാനിൽ ഞങ്ങളിൽ നിന്ന് യാത്ര അയക്കല്ലേ അല്ലാ.